ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെത്യൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണേഴ്സ് ചോദ്യാവലിയിലെ 13ാമത്തെ ലെവലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലെവൽ 13 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 13ാമത്തെ ലെവലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നവരുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാഷിൽ ആണ്. ഓപ്ഷൻ എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ബി നികുതി രസീത്, ഓപ്ഷൻ സി പെർമിറ്റ്, ഓപ്ഷൻ ഡി ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എപ്പോഴാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായ മധ്യരേഖ കൊണ്ട് റോഡ് അടയാളപ്പെടുത്തിയിരിക്കുമ്പോൾ, ഓപ്ഷൻ ബി ഇടുങ്ങിയ കലുങ്കിൽ, ഓപ്ഷൻ സി ജംഗ്ഷനുകളിലും കവലകളിലും കാൽനട ക്രോസിംഗിലും, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സ്റ്റോപ്പ് ലൈൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ റോഡിൻ്റെ അരികിലൂടെ വരച്ച വര, ഓപ്ഷൻ ബി റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിംഗിൻ്റെയോ മുൻപായി ഗ്യാരേജ് വേക്ക് കുറുകെ ഉള്ള വെള്ള ലൈൻ, ഓപ്ഷൻ സി റോഡിൻ്റെ നടുവിലൂടെ ഉള്ള ഇടവിട്ട വെള്ള വര, ഓപ്ഷൻ ഡി മഞ്ഞ നിറത്തിൽ റോഡിൻ്റെ നടുവിലൂടെ വരച്ച വര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിംഗിൻ്റെയോ മുൻപായി ഗ്യാരേജ് വേക്ക് കുറുകെ ഉള്ള വെള്ള ലൈൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ: പിന്നിലേക്ക് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ വരെ ലോഡ് പ്രൊജക്ഷൻ അനുവദനീയമായ വാഹനം ഏത്? ഓപ്ഷൻ എ ട്രാക്ടർ, ഓപ്ഷൻ ബി സ്റ്റേഷൻ വാഗണിൽ, ഓപ്ഷൻ സി ചരക്ക് വണ്ടികളിൽ, ഓപ്ഷൻ ഡി അനുവദനീയമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനുവദനീയമല്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: കെട്ടിവലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ അനുവദനീയമായ പരമാവധി അകലം എത്ര? ഓപ്ഷൻ എ 7 മീറ്റർ, ഓപ്ഷൻ ബി 5 മീറ്റർ, ഓപ്ഷൻ സി 10 മീറ്റർ, ഓപ്ഷൻ ഡി 3 മീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 മീറ്റർ. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഒരു ചരക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി അനുവദനീയമായ ഭാരം എത്ര? ഓപ്ഷൻ എ പരിധിയില്ല, ഓപ്ഷൻ ബി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ സി ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ ഡി പരിധിയില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 112 പ്രകാരം, ഓപ്ഷൻ എ വേഗത പരിധി കവിയാൻ പാടില്ല, ഓപ്ഷൻ ബി മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല, ഓപ്ഷൻ സി നികുതി അടയ്ക്കാതെ റോഡിൽ വാഹനം ഉപയോഗിക്കരുത്, ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വേഗത പരിധി കവിയാൻ പാടില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 113 പ്രകാരം ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻ എ മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല, ഓപ്ഷൻ ബി വേഗത പരിധി കവിയാൻ പാടില്ല, ഓപ്ഷൻ സി വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ സി ആണ്, വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 129 അനുസരിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി എ ജെർക്കിൽ ധരിക്കണം, ബി ഹെൽമറ്റ് ധരിക്കണം, സി ഷൂസ് ധരിക്കണം, ഡി കയ്യുറകൾ ധരിക്കണം. കറക്റ്റ് ആൻസർ ബി ആണ്, ഹെൽമറ്റ് ധരിക്കണം. പത്താമത്തെ ക്വസ്റ്റ്യൻ: സിഗ്സാഗ് ഡ്രൈവിംഗ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം അപകടകരമാണ്, ഓപ്ഷൻ ബി എല്ലായ്പ്പോഴും അപകടകരമാണ്, ഓപ്ഷൻ സി 4 ചക്ര വാഹനങ്ങൾക്ക് അപകടകരമാണ്, ഓപ്ഷൻ ഡി റോഡ് വഴുക്കുമ്പോൾ സിഗ്സാഗ് ഡ്രൈവിംഗ് സുരക്ഷിതമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലായ്പ്പോഴും എല്ലാവർക്കും അപകടകരമാണ്.
11ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം ഇറക്കത്തിൽ ആണെങ്കിൽ വേഗത നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ലോ ഗിയർ ഉപയോഗിക്കുക, ഓപ്ഷൻ ബി എൻജിൻ നിർത്തുക, ഓപ്ഷൻ സി ന്യൂട്രൽ ഗിയർ തിരഞ്ഞെടുക്കുക, ഓപ്ഷൻ ഡി ക്ലച്ച് ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലോ ഗിയർ ഉപയോഗിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം, കാരണം? ഓപ്ഷൻ എ അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയ്ക്കാണ്, ഓപ്ഷൻ ബി ഉയർന്ന വേഗതയിൽ പോകുന്നതിന്, ഓപ്ഷൻ സി റോഡിലെ ഏകീകൃതയ്ക്ക് അത് ആവശ്യമാണ്, ഓപ്ഷൻ ഡി എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും ഇത് സുരക്ഷിതമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയ്ക്കാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സീബ്ര ക്രോസിംഗിൽ കടക്കാൻ കാത്തിരിക്കുന്ന കാൽനട യാത്രക്കാർക്കായി നിങ്ങൾ നിർത്തുന്നു. അവർ കടക്കാൻ തുടങ്ങുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്, നിങ്ങളുടെ ഹോൺ മുഴക്കുക, ഓപ്ഷൻ ബി ക്ഷമയോടെ കാത്തിരിക്കുക, ഓപ്ഷൻ സി നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങണം, ഓപ്ഷൻ ഡി അവർ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ഷമയോടെ കാത്തിരിക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലൈറ്റുകൾ ഡിപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓപ്ഷൻ എ എതിരെ വരുന്ന വാഹനത്തിൻ്റെ അടുത്ത്, ഓപ്ഷൻ ബി മൂടൽമഞ്ഞുള്ളപ്പോൾ, ഫോഗ് ലാമ്പ് സ്വിച്ച് ഓണായിരിക്കുമ്പോൾ, ഓപ്ഷൻ സി മറ്റൊരു വാഹനത്തിന് തൊട്ടു പിന്നിൽ ഓടിക്കുമ്പോൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വാഹനങ്ങളാണ് പകൽ സമയത്ത് ഹെഡ്ലൈറ്റുകൾ ഓണാക്കിയാണ് ഓടിക്കേണ്ടത്? ഓപ്ഷൻ എ മോട്ടോർ കാർ, ഓപ്ഷൻ ബി നിർമ്മാണ പ്രവർത്തന വാഹനങ്ങൾ, ഓപ്ഷൻ സി അപകടകരമായ വാഹനങ്ങൾ, ഓപ്ഷൻ ഡി മോട്ടോർ സൈക്കിളുകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോട്ടോർ സൈക്കിളുകൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ് ലാമ്പുകൾ ഫ്ലാഷ് ചെയ്ത് ഒരു വാഹനം പുറകെ വേഗത്തിൽ വരുന്നു, എന്ത് ചെയ്യണം? ഓപ്ഷൻ എ നിങ്ങളുടെ പിന്നിൽ ഗ്യാപ്പ് നിലനിർത്താൻ വേഗത്തിലാക്കുക, ഓപ്ഷൻ ബി നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റുകൾ കാണിക്കാൻ ബ്രേക്കുകളിൽ സ്പർശിക്കുക, ഓപ്ഷൻ സി സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക, ഓപ്ഷൻ ഡി നിങ്ങളുടെ വാഹനം നിർത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, പകൽ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ കാഴ്ച കുറയുന്ന സാഹചര്യങ്ങളിൽ, ഓപ്ഷൻ ബി നാട്ടുവഴികളിൽ, ഓപ്ഷൻ സി ഇടുങ്ങിയ തെരുവുകളിലൂടെ, ഓപ്ഷൻ ഡി അടിയന്തര സാഹചര്യങ്ങളിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാഴ്ച കുറയുന്ന സാഹചര്യങ്ങളിൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ, 2 വരി പാതയുടെ അടിസ്ഥാന നിയമം. ഓപ്ഷൻ എ ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക, ഓപ്ഷൻ ബി ഏറ്റവും കുറഞ്ഞ ട്രാഫിക് ഉള്ള പാത നിലനിർത്തുക, ഓപ്ഷൻ സി ഉയർന്ന വേഗതയിൽ എല്ലായ്പ്പോഴും വലത് പാതയിൽ തുടരുക, ഓപ്ഷൻ ഡി മധ്യ ലൈനിലൂടെ ഡ്രൈവ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ വാഹനത്തിലും നിയമപരമായി ഉണ്ടായിരിക്കേണ്ടത്. ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ കിറ്റ്, ഓപ്ഷൻ ബി സ്പെയർ വീൽ, ഓപ്ഷൻ സി ഓഡിയോ സിസ്റ്റം, ഓപ്ഷൻ ഡി സീറ്റ് ബെൽറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രഥമ ശുശ്രൂഷ കിറ്റ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന അപകടകരമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സ്ഫോടക വസ്തുക്കൾ, ഓപ്ഷൻ ബി വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും, ഓപ്ഷൻ സി ചെറിയ ആയുധങ്ങളുടെ സുരക്ഷിതമായി പാക്ക് ചെയ്ത കാർട്രിഡ്ജ്, ഓപ്ഷൻ ഡി ഗ്യാസ് സിലിണ്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും. 13ാമത്തെ ലെവലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.